ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയപാൽ സുമാരൻ. നമുക്കിന്ന് പുതിയ വീഡിയോയിലേക്ക് എടുക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും നമ്മളൊരു പഴയകാല നൊസ്റ്റാൾജിയ KSRTC ആനവണ്ടി ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോണത്, ഞാൻ ഇതുവരെ ആ ബസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തിട്ടില്ല. പണ്ട് നമ്മുടെ ഓർമ്മ വെച്ച ഈ വണ്ടി കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രായത്തിലൊക്കെ ചെറിയ കാർഡ്ബോർഡിലൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്ത മോഡൽസ് ഉണ്ട്. ഈ വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ എക്സ്പ്രസ് ഉണ്ട്, ഇതിൻ്റെ ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. കൂടുതലും ഫാസ്റ്റ് പാസഞ്ചറാണ് ഫെമിലിയർ ആയിട്ടുള്ളത്. നമ്മുടെ പാഠപുസ്തകത്തിൽ വരെ ഇതിൻ്റെ ചിത്രത്തോടു കൂടിയായിരുന്നു KSRTC ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബസ്സിൻ്റെ ഒരു ഓർഡർ വർക്ക് നമുക്ക് കിട്ടുകയും ആ ഓർഡർ വർക്ക് നമ്മൾ ചെയ്ത് ഇന്ന് ആലപ്പുഴയിൽ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആലപ്പുഴ സ്വദേശിയായ സുജിത് വർഗീസ് എന്ന പ്രവാസിയാണ് എനിക്ക് ഈ ഓർഡർ തന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമായ KSRTCയുടെ പഴയ മോഡൽ P സീരീസ് വണ്ടിയായ നമ്മുടെ TVS ബോഡിയിൽ ചെയ്തിരിക്കുന്ന പണ്ടത്തെ ആ ഒരു പ്രൈവറ്റ് ബസ്സിനോട് കിടപിടിക്കുന്ന ആ ഒരു ഭംഗിയുള്ള നമ്മുടെ 4 കോർണറും ചെറിയ റൗണ്ട് ഇതൊക്കെ വരുന്ന ആ ഒരു ടൈപ്പ് ഷട്ടറൊക്കെ ഉള്ള നമ്മുടെ KSRTC ഒരു ഫാസ്റ്റ് പാസഞ്ചറാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയും ആ ഒരു വണ്ടി നമുക്കൊന്ന് കാണാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി ഞാൻ കാണിച്ചു. നിങ്ങൾ ക്ലിപ്പിങ്ങിലൂടെ നിങ്ങൾ വണ്ടിയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇനി നമ്മൾ ആ വണ്ടി നമുക്കിവിടെ എൻ്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ ഒരു വണ്ടിയുടെ കാഴ്ചയിലേക്ക് കാണാം. ഉണ്ടോ? ഇതാണ് എൻ്റെ ആ താരം. നമ്മൾ പഴയകാല ആളുകൾക്ക് ഏകദേശം 80കളിൽ അല്ലെങ്കിൽ 90കളിൽ ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു KSRTC ബസ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. കാരണം TVS ബോഡിയിലെ നമ്മുടെ P സീരീസ് KSRTCയിൽ വന്ന ഏറ്റവും മനോഹരമായ ബോഡി എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ ഒരു മോഡൽ വണ്ടിയെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ബോഡി ഷേപ്പ്, ഇതിൻ്റെ ഒരു സ്ട്രക്ചർ രീതികൾ, പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രീതി, ഇതിൻ്റെ പാറ്റേൺ, ഇതിൻ്റെ ഗ്രില്ല്, ഇതിൻ്റെ ബാക്ക് ഫ്രണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളത് പ്രൈവറ്റ് ബസ്സിനോട് ഏകദേശം സാമ്യമുള്ള ഒരു ടൈപ്പ് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ തനതായ KSRTCയുടെ ആ ഒരു എയറോ ഡൈനാമിക് ഡിസൈനിൽ വന്നിട്ടില്ലാത്തൊരു മോഡലാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി കാണാൻ വളരെ കൗതുകവും പുതുമയും ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നത് 13 സെൻറ്റിമീറ്റർ വീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓർഡർ വർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സെയിം സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ അളവും ഡീറ്റെയിൽസും ഞാൻ കൃത്യമായിട്ട് പറയാം. ഈ മോഡൽ വണ്ടി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഏറ്റവും ഉപകാരപ്പെടും. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം വണ്ടിയുടെ ഒരു പൊതുവായ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ P സീരീസ് വരുന്ന ബസ്. അപ്പോൾ നമ്മുടെ ഓണർ, ഈ ഒരു എനിക്ക് ഓർഡർ തന്ന ക്ലയൻറ്റ് സുജിത് വർഗീസ് ബ്രോ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ KLX 2516 എന്ന രജിസ്ട്രേഷൻ നമ്പറാണ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തോ ഇഷ്ടപ്പെട്ട നമ്പറാണെന്ന് തോന്നുന്നു ഇട്ടിരുന്നത്. പിന്നെ അതുപോലെ ഇവിടെ P2 എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ബോർഡ് നമ്പർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഇമാജിനേഷൻ നമ്പറാണ്. P സീരീസ് തന്നെയാണ്, എങ്കിലും 2 എന്നുള്ളത് ഇമാജിനറി നമ്പറാണ്. പിന്നെ ഇത് നമ്മുടെ അശോക് ലേലാൻഡിൻ്റെ ചീറ്റ ബോഡിയിൽ വരുന്ന ചീറ്റ മോഡൽ വണ്ടിയാണത്. ഫ്രണ്ടിൽ 2 ഡബിൾ ഗ്ലാസ്, അതിലൊരു ഗ്രില്ല്, പിന്നെ ഇങ്ങനെയുള്ള ഒരു മോഡൽ സംഭവങ്ങളെല്ലാം കൂടെ വന്നുകൊണ്ടാണ്
ഇതിൻ്റെ ഒരു സ്റ്റൈൽ. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ലുക്കാണ് ഈ മോഡൽ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഒരു ചിരിക്കുന്ന മുഖമാണ്, നിങ്ങൾക്കത് ശ്രദ്ധിച്ചറിയാം കേട്ടോ. വളരെ ഭംഗിയുള്ള ചിരിക്കുന്ന മുഖമുള്ളൊരു ഫേസാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡ് പോർഷൻ നോക്കൂ. സാധാരണ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇതിൻ്റെ. കാരണം ഈ 4 കോർണറും കറൂഡായിട്ടുള്ള ഷട്ടർ മോഡലാണ് വന്നിരിക്കുന്നത്. പിന്നെ എയറോഡൈനാമിക്കിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ പൊങ്ങിയിട്ടുള്ള ആ ഒരു നമ്മുടെ ടോപ്പ് പോർഷൻ പൊങ്ങിയിട്ടുള്ള ആ ഒരു KSRTCയുടെ തനതായ സ്റ്റൈലല്ല ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫ്ലാറ്റ് തന്നെയാണ്. പിന്നെ ഇവിടുന്ന് കർവായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സൈഡ് ബോഡി ഈ ഒരു സ്റ്റൈലും. ഇവിടെ 3 ടൈപ്പ് നമ്മുടെ ബീഡിങ് ലൈൻ, അത് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ഒരു ബാൻഡാണ് അതിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാൻഡും ഒരു ട്രിപ്പിൾ ബാൻഡുമാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കാരിയറുണ്ട്, ലഗേജ് കാരിയർ പോലെയുള്ള ലോഡ് ഇറക്കാനുള്ള ഒരു കാരിയർ ടൈപ്പ് സംഭവമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ സ്റ്റൈൽ. അപ്പം ഇത് ചീറ്റ മോഡലായതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഓവർ ഹാങ്ങിങ്, പിന്നെ വീൽ ബേസ്, റിയർ ഓവർ ഹാങ്ങിങ് ഒക്കെ നമുക്ക് ആ ഒരു സ്റ്റൈലിഷ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇത് ഫ്രണ്ടിലും ബാക്കിലും ഓരോ ക്വാർട്ടർ ഗ്ലാസും 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഷട്ടറും വരുന്ന ടൈപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡ്, ഡ്രൈവർ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ മോഡലിൻ്റെ വണ്ടിക്ക് പഴയ ഒരു ഹോണുണ്ട്, നമ്മുടെ എയർ ഹോൺ പോലത്തെ സാധനം, നമ്മുടെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഹോൺ. ആ ഹോൺ ഞാൻ ഇതുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഹോൺ എനിക്ക് വേണ്ടി നിർമ്മിച്ച് തന്നത്, എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് എൻ്റെ അനിയനായ വിപിൻലാലാണ് ഈ വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ അവന് സമയമുള്ള പോലെ അവനും മിനിസ്റ്ററൊക്കെ ചെയ്യും. അപ്പോൾ അവൻ ചെയ്തതാണ് ഇത്. ഓക്കെ, പിന്നെ ഇതാണ് ഡ്രൈവർ സൈഡ്. ഇനി ബാക്ക് വളരെ ഭംഗിയുള്ള KSRTCയുടെ ഒരു എന്താ പറയുക വ്യത്യസ്തമായ സ്റ്റൈലായിട്ടുള്ള ഒരു ബാക്കാണിത്. ഇതാണ് ബാക്ക്, ഒരു ഏണി. എന്തോ ഇതിൻ്റെ ഈ ഒരു വണ്ടിയുടെ ലുക്ക് തന്നെ ആ ഒരു നമുക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ലുക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് നമ്മൾ ഈ നമ്മുടെ മരുന്നിൻ്റെയും നമ്മുടെ ഇത് മദ്യത്തിൻ്റെയൊക്കെ കൂട് വരുമല്ലോ, നമ്മുടെ കാർഡ്ബോർഡ് കൂട്, അത് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് നിർമ്മിച്ചിട്ടുണ്ട്. കാരണം ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ളൊരു മോഡലാണെന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഫോറക് ഷേപ്പിലും പിന്നീട് അളവിലും കൃത്യമായിട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇതാണ് വണ്ടിയുടെ ഔട്ട്ലുക്ക് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സുജിത് വർഗീസ് ബ്രോ എനിക്ക് തന്ന ഓർഡർ പ്രകാരം ഈ വണ്ടിയുടെ റൂട്ട് കോട്ടയം ടു ചങ്ങനാശ്ശേരി വഴി ആലപ്പുഴ എന്നുള്ളൊരു റൂട്ടാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. ആലപ്പുഴക്കാരനായതുകൊണ്ടാവാം അത് തന്നിരിക്കുന്നത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ലൈറ്റ് ഫിറ്റിങ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ചെറിയൊരു ലൈറ്റ് ഫിറ്റിങ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റും നമുക്ക് ഹെഡ്ലൈറ്റും ബാക്ക് ലൈറ്റും നമ്മൾ മാത്രം കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ചെയ്തതാണ്. ഓക്കെ, ഇതാണ് വണ്ടിയുടെ ഒരു ബേസ് ആയിട്ടുള്ള രീതി. ഓക്കെ, ഇനി ഞാനിതിൻ്റെ അളവുകൾ പറയാം. അപ്പോൾ ഈ വണ്ടിയുടെ അളവുകൾ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ള കൃത്യമായ അളവ് 13 സെൻറ്റിമീറ്ററുള്ള അളവാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ട് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഇത് ഒരു സ്കെച്ചായിട്ട് വരയ്ക്കുക ചെയ്യുക. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ വണ്ടിയാണ്. ഇതിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രധാനം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അളവിലേക്ക് പറയാം.
ഞാനിതിൻ്റെ അളവുകൾ പറയാൻ പോവാണ്. കൃത്യമായിട്ട് എല്ലാവരും ഈ ഒരു വണ്ടിയുടെ അളവുകൾ നോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം പറയാനുള്ളത്, ഇതിൻ്റെ അളവിൽ ടോട്ടൽ നീളം, വണ്ടിയുടെ നീളം 48 സെൻറ്റിമീറ്ററാണ്. ബാക്ക് ടു ഫ്രണ്ട് ബമ്പർ വരെ 48 സെൻറ്റിമീറ്റർ നീളം, 13 സെൻറ്റിമീറ്റർ വീതി, 12.8 സെൻറ്റിമീറ്റർ പൊക്കമാണ് വണ്ടിക്ക് വരുന്നത്. അതിൽ 6 സെൻറ്റിമീറ്ററിൻ്റെ ഗ്ലാസ്സാണ് ഫ്രണ്ട് ഗ്ലാസ് വരുന്നത്, ഹൈറ്റ്. ബാക്കി ഇത് 6 സെൻറ്റിമീറ്ററാണ്. അതായത് ഫ്രണ്ട് ഗ്രിൽ പോർഷൻ്റെ ടോട്ടൽ പൊക്കം, ബമ്പറിൻ്റെ അടി വരെ. ഇതിൽ ബമ്പർ 1.1 സെൻറ്റിമീറ്ററാണ് ബമ്പറിൻ്റെ പൊക്കം. പിന്നെ ബമ്പർ ഈ ഒരു പഴയ സ്റ്റൈല്, ഈ ഒരു സ്റ്റൈൽ ബമ്പറാണ്. അതെ. അപ്പോൾ ഫ്രണ്ട് ഗ്ലാസിൻ്റെ പൊക്കം ഞാൻ പറഞ്ഞു 6 സെൻറ്റിമീറ്റർ. അതിൽ വീതി, ഒരു ഗ്ലാസിൻ്റെ വീതി എന്ന് പറയുന്നത് അടിയിൽ 5.6, ടോപ്പിൽ വരുമ്പോൾ നമുക്ക് വരുന്നത് 4.6. ഈ കോർണറിൽ വരുമ്പോൾ 4.6 ആണ് വീതി. അതിൽ തന്നെ ചെറിയൊരു കർവുണ്ട്, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലേ ഒരു കർവ് മോഡലാണ് വരുന്നത്. ഓക്കെ. അതുപോലെ ഫ്രണ്ട് ഈ ഒരു ഗ്രിൽ, വളരെ ചിരിക്കുന്ന മുകളിലുള്ള ഈ ഒരു ഗ്രില്ലിൻ്റെ ടോട്ടൽ നീളം നമുക്ക് 11 സെൻറ്റിമീറ്ററും അതിൻ്റെ ഉള്ളിലെ ഗ്രിൽ, അതായത് ബാൻഡുകൾ വരുന്ന ആ ഒരു നീളം എന്ന് പറയുന്നത് 8.2. ഇതിൻ്റെ ഗ്രിൽ പോർഷൻ്റെ ടോട്ടൽ പൊക്കം 2.6. അതിൽ ഈ പുറത്ത് വന്നിരിക്കുന്ന ബീഡിങ് വരുമ്പോൾ മാത്രം ഈ സെൻറ്റർ കൊണ്ട് ഇച്ചിരി പൊക്കവും ഈ എഡ്ജ് കൊണ്ട് ചെറിയൊരു ടേപ്പറുമാണ്. കണ്ടോ? അങ്ങനെയാണ്, സ്ട്രെയിറ്റ് അല്ല, കറക്റ്റ് സ്ട്രെയിറ്റ് അല്ല, ഈ ചെറിയൊരു കർവാണ്. പിന്നെ 2 ഹെഡ്ലൈറ്റാണ്, പിന്നെ 2 ഇൻഡിക്കേറ്റർ. ഇതാണ് അതിൻ്റെ വരുന്നത്. പിന്നെ അതിന് മുകളിൽ ഒരു ചെറിയ ഗ്രില്ലുണ്ട്. ആ ചെറിയ ഗ്രില്ലിൻ്റെ നീളം 4.8ഉം അതിൻ്റെ പൊക്കം 0.5 ആണ്. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പോർഷൻ്റെ. വളരെ സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ ഒരു വൈപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, 2 സ്പോട്ട് ലൈറ്റ് പോലത്തെ ലൈറ്റ് ഉണ്ട്, പിന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ സൈഡിൻ്റെ അളവ് ഞാൻ ഓൾറെഡി നമ്മൾ പറയുമ്പോൾ ടോട്ടൽ ലെങ്ത്താണ് നമ്മൾ 48 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 48 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ 4.8, അതായത് ഫ്രണ്ട് ഓവർ ഹാങ്ങിങ് എന്ന് പറയുന്നത് 4.8 ആണ്. അതായത് ഫ്രണ്ട് ബമ്പർ ടു ഈ ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ വരെ 4.8ഉം അവിടെ നിന്ന് വീൽ ബേസ് എന്ന് പറയുന്നത് നമുക്ക് 26.6 സെൻറ്റിമീറ്ററാണ് വീൽ ബേസ് വരുന്നത്. പിന്നെ ചീറ്റ മോഡലാണ്, അതുകൊണ്ട് 26.6 സെൻറ്റിമീറ്റർ നീളം വീൽ ബേസ് വരുന്നുണ്ട്. പിന്നെ 16.6 സെൻറ്റിമീറ്ററാണ് റിയർ ഓവർ ഹാങ്, അതായത് ബാക്ക് വീലിൻ്റെ സെൻറ്റർ ടു ബാക്ക് വരുന്നത് നമുക്ക് 16.6 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് കിടക്കാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ പൊക്കമെന്ന് പറയുന്നത് നമുക്ക് 5.5 സെൻറ്റിമീറ്ററാണ്. ബാക്കിൻ്റെ അടിഭാഗം ടു ഗ്ലാസ് വരെ 5.5. ബാക്കി ടോപ്പിൽ ഫ്രണ്ടിലുള്ള പോലെ തന്നെയാണ്. അപ്പം ടോട്ടൽ പൊക്കം എന്ന് പറയുന്നത് 11.8 ഉള്ളൂ. കാരണം ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ടേപ്പറായിട്ടാണ് ചെരുപ്പ് കയറിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിൻ്റെ പോർഷനിൽ ഒരു ഹൈറ്റ് കുറവാണ്. ഓക്കെ. അതിൽ ബാക്കിലെ ഗ്ലാസ് വരുന്നത് 5.6 തന്നെയാണ് നീളം വരുന്നത്, 3.8 സെൻറ്റിമീറ്റർ പൊക്കവും പിന്നെ ഒരു റൂട്ട് ബോർഡുമാണ്. റൂട്ട് ബോർഡിന് 5.6 സെൻറ്റിമീറ്റർ നീളവും 0.8 സെൻറ്റിമീറ്റർ പൊക്കമാണ്. അപ്പോൾ അങ്ങനെ 2 ഗ്ലാസും ഒരു റൂട്ട് ബോർഡും ആണ് ഇവിടെ വരുന്നത്. ബാക്കിലെ ഈ ലുക്ക് ഭയങ്കര ഭംഗിയാണ്. പിന്നെ അതുപോലെ ഈ ഒരു നമ്മുടെ നമ്പർ പ്ലേറ്റ് സ്റ്റോപ്പിൻ്റെ അതിൻ്റെ ടോട്ടൽ 1.8 സെൻറ്റിമീറ്റർ നീളവും 1.4 സെൻറ്റിമീറ്റർ പൊക്കമാണ് വരുന്നത്. അതുപോലെ മറ്റൊരു കാര്യം ഉള്ളത്, ഇനിയുള്ളത് സൈഡിൽ നമ്മുടെ ഷട്ടറുകളാണ്. അപ്പോൾ സൈഡിൻ്റെ അളവ് നമ്മൾ പറയുമ്പോൾ പൊക്കമാണ് മെയിനായിട്ട്. അപ്പോൾ മെയിൻ പൊക്കം എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ പൊക്കം നമുക്ക് വരുന്നത് നമുക്ക് 12.6 സെൻറ്റിമീറ്ററോളം പൊക്കമുണ്ട്. അതിൽ 12.6 വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഹൈറ്റ് 5.8 ആണ്. നമ്മുടെ സൈഡ് ഷട്ടറിൻ്റെ ബോട്ടം അടിഭാഗം വരെ 5.8ഉം ഈ ഒരു ആദ്യത്തെ ബീഡിങ് വരെ 2.5ഉം ബാക്കിയുള്ളതിന് 3.4ഉമാണ് വരുന്നത്. അപ്പം 3.4ഉം 2.5ഉം കൂടെ ചേർത്ത് ടോട്ടൽ നമുക്ക് 5.9 ആണ് വരുന്നത്. 5.8 എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ബീഡിങ് ലൈനുണ്ട്, അതും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ 34, അതായത് 3.4നെ നമ്മൾ സെൻറ്റർ ആക്കിക്കൊണ്ട് 17 അടിയിൽ അല്ലെങ്കിൽ 17ൽ അതായത് 1.7ൽ നമുക്ക് ഒരു ബീഡിങ്ങും കൂടെ സെൻറ്ററിൽ കൊടുത്താണ്. പിന്നെ അതുപോലെ ഷട്ടറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.6 പൊക്കവും 3.6 വീതിയുമാണ്. അതിൻ്റെ മുകളിൽ ഒരു ബാൻഡുണ്ട്, ഒരു ബീഡിങ് ലൈൻ ഉണ്ട്, അത് 0.9 ആണ്. ബാക്കി പൊക്കം സ്ട്രെയിറ്റ് പിടിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് 2 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അതുപോലെ ടോപ്പിലെ വീതി എന്ന് പറയുന്നത് നമുക്ക് 11.2 സെൻറ്റിമീറ്ററാണ് ടോപ്പിലെ വീതി. അടിയിലെ വീതി 12.8 സെൻറ്ററാണ്. ഇവിടെ കൊണ്ടാണ് 13 സെൻറ്റിമീറ്റർ വ്യക്തമായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ബാക്കിലെ നമ്മുടെ
നമ്മുടെ ക്വാർട്ടർ ഗ്ലാസ്സിൽ വരുന്നത് 1.8 അടിയിലും 1.4 ടോപ്പിലുമാണ്. ഫ്രണ്ടിൽ 1.5 0.6 വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ടേപ്പറാണ് ഇവിടെ വരുന്നത് ഫ്രണ്ട്സ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മൾ 13 സെൻറ്റിമീറ്റർ വീതിയാണ്. മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ അളവുകളിലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മളിതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് നമുക്ക് 5 സെൻറ്റിമീറ്റർ ഔട്ടർ ഡൈയും ഇന്നർ ഡൈ എന്ന് പറയുന്നത് നമുക്ക് കൃത്യം പറഞ്ഞാൽ 2.7 ആണ് ഇന്നർ ഡൈ വരുന്നത്. വീലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.2 ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് 6 വീലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു അടിഭാഗത്തെ ഡീറ്റെയിൽ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സൈസും ഡീറ്റെയിൽ വരുന്നത്. ഒരു ഡോറാണ് വരുന്നത്, ബാക്കിലെ ഒരു ഡോറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഏകദേശം എല്ലാ അളവുകളും ഡീറ്റെയിൽസും ഞാനിപ്പോൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ കാരിയറിൻ്റെ 1 സെൻറ്റിമീറ്ററാണ് കാരിയറിൻ്റെ ഇവിടുത്തെ പൊക്കം വരുന്നത്. ഏണിയുടെ വീതി 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതുപോലെ കാരിയറിൻ്റെ നീളമെന്ന് പറയുന്നത് ഈ ഒരു ഷട്ടറിൻ്റെ ഈ ഒരു ലൈനിൽ നിന്നും ഈ ഒരു ഷട്ടറിൻ്റെ ഈ ഒരു ലൈൻ വരെയാണ് അത് ലെങ്ത് വന്നത്. ഈ ഒരു മോഡലിൻ്റെയാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. പിന്നെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെയും ഇതിൻ്റെയും ഒരു ഡീറ്റെയിൽ ഞാൻ ചുരുക്കി പറയാം. അതെന്ന് പറയുന്നത് ഈ ഒരു സൈഡ് കമ്പിയായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ലെഡാണ്. ലെഡ്, അതായത് സോൾഡർ ചെയ്യുന്ന ലെഡ്. അതിൻ്റെ തിക്നെസ് വളരെ മൈന്യൂട്ടായിട്ടുള്ള തിക്നെസ് ആയതുകൊണ്ട് നമുക്കത് ഒട്ടിക്കാനും എളുപ്പമാണ്, കട്ട് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ലെഡാണ് ഞാൻ കറക്റ്റായിട്ട് ഇതിനെ ഒട്ടിച്ച് എടുത്തിരിക്കുന്നത്. അതുപോലെ സീറ്റുകൾ ചെയ്തിരിക്കുന്നതെല്ലാം ഫോറക് ഷീറ്റിൽ തന്നെയാണ്. 3mm ഷീറ്റ് കൊണ്ടാണ് നമ്മുടെ സീറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കമ്പിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഒറ്റ കമ്പി വയർ, അതായത് സിംഗിൾ പവർ വയറാണ്. ബ്ലാക്ക് കളറുള്ള വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇൻസൈഡിലെല്ലാം പെയിൻറ്റ് പച്ച കളർ കൊടുത്തു. ഔട്ട്സൈഡിൽ ഈ ഒരു റെഡ് കളർ വന്നിരിക്കുന്നത് നമുക്ക് സ്റ്റിക്കറാണ്. ഇതിൻ്റെ കറക്റ്റ് റെഡ് കളർ സ്റ്റിക്കർ. ഈ മഞ്ഞ കളർ നമ്മുടെ ഇനാമൽ പെയിൻ്റാണ്. ഇനാമൽ പെയിൻറ്റ് ചെയ്ത് അത് കുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത് നമുക്ക് ക്ലിയർ കോട്ടും കൂടെ അടിച്ച് ആണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് സ്റ്റിക്കർ. പിന്നെ ഈ ഒരു ഇത് സിൽവർ സ്റ്റിക്കറാണ്. അത് ഒരു ബ്ലാക്ക് ഫോറക് ഷീറ്റിലേക്ക് ഒട്ടിച്ച് നമ്മൾ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഹെഡ്ലൈറ്റായിട്ട് നമ്മുടെ സാധാരണ LED ബൾബ് 3mm LED ബൾബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു നമ്മുടെ ഗ്രിപ്പുകൾ പോലത്തെയുള്ള ഇടികൾ അതെല്ലാം ചെയ്തിരിക്കുന്നതെല്ലാം ഒറ്റക്കമ്പി വയറാണ്. പിന്നെ ഇത് ഫോറക്സിൽ തന്നെയാണ് അനിയൻ ചെയ്ത് ഇരിക്കുന്നത് ഈ സംഭവം, സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം. പിന്നെ ടയർ മൾട്ടിവുഡാണ്. ആസ് യൂഷ്വൽ നമ്മൾ മൾട്ടിവുഡാണ് ചെയ്തത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ നമ്മളിത് വണ്ടി നമ്മളെടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് ഇന്ന് ആലപ്പുഴയ്ക്ക് പോകാം. ഏകദേശം 4 മണി കഴിഞ്ഞ് നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാം. ഇത് നേരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊടുക്കുന്നത്. അദ്ദേഹം പ്രവാസിയാണ്, ഇവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി നമ്മൾ പാക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊന്നുകൂടെ കാണാം വണ്ടിയുടെ ഡീറ്റെയിൽസ്. ഭയങ്കരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു KSRTC മോഡലാണിത്. അതിൻ്റെ ഭംഗി സത്യം പറഞ്ഞാൽ കൊടുക്കാൻ തോന്നുന്നില്ല കേട്ടോ. ആ രീതിയിലാണ്. അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വണ്ടിയുടെ ഇത്. കാരണം ഒത്തിരി കുതിച്ചുണ്ടാക്കുന്ന ഒരു മോഡലത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് ഇത് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റുകൾ അറിയിക്കുക, പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ KSRTCയുടെ ബസ്. നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ് സുജിത് വർഗീസ് ഗോളിക്ക് ആലപ്പുഴ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരു പാക്ക് എടുത്തിട്ടുണ്ട്, ഒരു കൂട് റെഡിയാക്കിയിട്ടുണ്ട്. ഈ കൂടിലോട്ട് സാധനം വെക്കാം. ഇതിലാണ് നമ്മൾ കറക്റ്റ് വെക്കുന്നത്. അപ്പോൾ വണ്ടിക്ക് കറക്റ്റായിട്ട് ഇരിക്കാവുന്ന സൈസിലാണ് നമ്മൾ ഈ കൂട് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ ഇറക്കി നമുക്കൊന്ന് കാണാം. ഇതിലത് കറക്റ്റായിട്ടിരിക്കും. നമ്മുടെ 48 സെൻറ്റിമീറ്റർ നീളമുള്ള വണ്ടിയായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 55 സെൻറ്റിമീറ്റർ നീളമുള്ള കൂടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിൽ നമുക്ക് ഒന്ന് തെർമോക്കോൾ കൊണ്ട് നമുക്ക് സൈഡൊക്കെ പാക്ക് ചെയ്ത് കൃത്യമായിട്ട് വെക്കാം. ഇതാണ് നമ്മൾ വണ്ടിയുടെ പാക്കിങ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരിൽ പോകാം.